ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നിൽക്കുന്നത് വാമനൂർ നദിയുടെ കരയിലാണ്. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കുട്ടിക്കാലം മുതലേ കുളിക്കാനും നീന്താനുമൊക്കെ സ്ഥിരമായിട്ട് വന്നിരുന്ന ഒരു സ്ഥലമാണ് വാമനൂർ നദി എന്ന് പറയും. പക്ഷേ ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ നദിയിൽ വന്നിട്ടുള്ള ഒരു വലിയൊരു മാറ്റത്തിനെ കുറിച്ചാണ്. അതായത് ഈ ഒരു സംഭവത്തിനെ കുറിച്ചാണ്. അതായത് എല്ലാ ഒഴുക്ക് കാലത്തും മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ഒഴുക്കാലത്തും സാധാരണ എന്ന് പറഞ്ഞാൽ എല്ലാ ഒഴുക്കിലും ഈ വെള്ളം കരയ്ക്ക് കരകവിഞ്ഞൊഴുകുമ്പോൾ എക്കൽ മണ്ണ് അടിഞ്ഞു കൂടുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യവും. ഇപ്പോൾ ഈ എക്കൽ മണ്ണിനോടൊപ്പം ടൺ കണക്കിന് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഇവിടെ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വെള്ളപ്പൊക്ക സമയത്തും ഇഷ്ടം പോലെ മാലിന്യങ്ങൾ ഇതുവഴി ഒഴുകി പോകാറുണ്ട്. നിങ്ങൾ ആ കാണുന്ന ആ ഒരു ചെറിയൊരു സ്പോട്ട് എന്ന് പറയുന്നത് ഈ മുള ചാഞ്ഞുണ്ടായ ഒരു തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് ഉണ്ടായതാണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ദ്വീപ് അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കുകളാണ് ആൾക്കാർ വെള്ളത്തിൽ കൊണ്ടുവന്ന് തള്ളുന്നത്. അപ്പോൾ ഇത് പറയാനല്ല ഞാനത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ഈ പ്ലാസ്റ്റിക് തള്ളുന്നത് കൊണ്ട് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു അപകടത്തെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റി ഈ അടുത്ത് നല്ല രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ, നമ്മൾ പ്ലാസ്റ്റിക്കുകൾ ഒരിക്കലും നശിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ ഒരുപാട് കാലം കിടക്കും എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്, ഈ പ്ലാസ്റ്റിക് ചാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ അറിയാം, കർഷകർക്കും മറ്റുമൊക്കെ. അപ്പോൾ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കും, അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോണ പ്ലാസ്റ്റിക്കുകൾ ഈ ഒരിക്കലും നശിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ എന്താണ് പ്ലാസ്റ്റിക് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ പ്ലാസ്റ്റിക് എന്താണെന്ന് മനസ്സിലാക്കുക. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വളരെയധികം നീളത്തിലുള്ള ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺസാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നീട്ടത്തിലുള്ള ആ ഒരു തന്മാത്രയുടെ സ്ട്രക്ചർ കാരണമാണ് നമ്മൾക്ക് പല ഇതായിട്ട് മോൾഡ് ചെയ്ത് പല രൂപത്തിലെടുക്കാൻ പറ്റുന്നത്. ഇതിങ്ങനെ സോൾഡായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷേ കാലക്രമേണ ഇത് ഈ റേഡിയേഷനും ചൂടും അതുപോലെ കെമിക്കലുകളൊക്കെ കാരണം ഇതങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതിങ്ങനെ പൊടിയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വളരെയധികം ബേസിക് ആയിട്ടുള്ള പോളിമർ സ്ട്രക്ചർ നശിക്കുന്നതാണ്, അല്ലാതെ ആ ഒരു തന്മാത്ര നശിക്കുന്നതല്ല. അത് ഒരിക്കലും നശിക്കാതെ 100,000 വർഷങ്ങളോളം കിടക്കും. പക്ഷേ ഇത് പൊടിഞ്ഞ് ചെറുതായിത്തീരും. അപ്പോൾ അങ്ങനെ ചെറുതായി മാറുന്നതിനെയാണ് നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഇത് വീണ്ടും പൊടിയും. ഇത് പൊടിഞ്ഞ് ചെറിയ തരികളായിട്ട് മാറും. ഈ തരികൾ മണ്ണിലും വായുവിലും അതുപോലെ വെള്ളത്തിലും എല്ലാം അലിഞ്ഞു ചേരും. എന്നിട്ട് ചെറിയ ജീവികൾ അതിൻ്റെ വയറ്റിലും അതിൻ്റെ ശരീരത്തിലും ഇത് ആദ്യം ചെന്ന് കയറും. അത് ഭക്ഷണം എന്ന രീതിയിൽ ഭക്ഷിക്കുകയും ചെയ്യും ചിലപ്പോൾ. അങ്ങനെ ചെന്ന് കയറുന്നതിനെ വലിയ മീനുകൾ ഭക്ഷിക്കും. ആ മീനുകളെ നമ്മളാണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ അതുവഴി വളരെയധികം ഉയർന്ന തോതിലുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ശരീരത്തിൽ എത്താറുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് ഇതുപോലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകൾ പല ശരീരഭാഗങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം ഇതുപോലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നേരെ വെള്ളത്തിലോട്ടും മറ്റുമൊക്കെ കൊണ്ടുവന്ന് തള്ളുന്നതാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, പ്ലാസ്റ്റിക് എടുത്ത് അതങ്ങ് വെള്ളത്തിൽ കളഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒരിടത്തിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് തള്ളിയാൽ നമ്മുടെ പ്രശ്നം അങ്ങ് തീരും എന്ന് വിചാരിച്ച് ആളുകൾ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ ചാക്കുകളും മറ്റുമൊക്കെ കെട്ടിപ്പറക്കി ഈ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് തള്ളുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നേരെ തിരിച്ച് ഇതിൻ്റെ വിഷവസ്തുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ എത്തും എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഇതുപോലെ ഒഴുക്കിൻ്റെ അകത്ത് പെട്ട് ഈ വന്ന് കിടക്കുന്ന ഈ മുളയിലും മറ്റുമൊക്കെ കുരുങ്ങി കിടക്കുന്ന പ്ലാസ്റ്റിക്കുകളല്ലാതെ ഇതിൻ്റെ അടിയിൽ ഞാൻ ഇറങ്ങി നീന്താറുള്ളപ്പോൾ സ്ഥിരമായിട്ട് ലെയർ കണക്കിന് പ്ലാസ്റ്റിക്കുകൾ ഈ നദിയുടെ അടിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കാലക്രമേണ പൊടിഞ്ഞ് ഈ വെള്ളത്തിൽ തന്നെയാണ് അലിഞ്ഞു ചേരുന്നത്. എന്നിട്ട് ഇത് നേരെ നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് എത്തുന്നത്. അപ്പോൾ ഇത് ഒരു വലിയൊരു അപകടവും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞ കണക്ക് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് വിദ്യാഭ്യാസം മാർക്ക് മേടിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. മറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ യാതൊരു ഉപയോഗവും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസവും മറ്റുമൊക്കെ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആകെ ഒരു വഴിയേ ഉള്ളൂ. അതായത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഈ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം
ഇതിനെക്കുറിച്ച് അറിവില്ലാതെയാണ് ആളുകൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കുകളും മറ്റുമൊക്കെ നദികളിൽ തള്ളുന്നതെങ്കിൽ അവരറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് അടിഞ്ഞുകൂടി വൃത്തികേടായിട്ട്, അതായത് നല്ല ഭംഗിയുള്ള ഇതുപോലുള്ള സ്ഥലങ്ങൾ വെറും വൃത്തികെട്ട പ്ലാസ്റ്റിക് വേസ്റ്റ് കാരണം നമ്മുടെ സകല ഒരു മെൻറ്റാലിറ്റിയും വൃത്തികേടാവുന്ന രീതിയിൽ വൃത്തികെട്ടൊരു സ്ഥലമായിട്ട് മാറും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിങ്ങനെ കിടന്ന് പൊടിഞ്ഞ് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് ഇതിൻ്റെ മീനുകളും മറ്റുമൊക്കെ വഴി നമ്മുടെ തന്നെ ശരീരത്തിലെ ആരോഗ്യമാണ് നശിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാനുള്ളത്, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒരു കാരണവശാലും നിങ്ങൾ അലക്ഷ്യമായിട്ട് തള്ളാൻ പാടില്ല. പകരം ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ, ഈ ഹരിതകർമ്മസേനയ്ക്ക് നമ്മൾ പൈസ കൊടുത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയും കാര്യമുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചാക്കിലും മറ്റുമൊക്കെ ശേഖരിച്ച് വയ്ക്കുക. അതുപോലെ ഞാനും വല്ലപ്പോഴൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഞാനും സ്ഥിരം എല്ലാ മാസവും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, പ്ലാസ്റ്റിക്കുകൾ ഇതുപോലെ ശേഖരിച്ച് വച്ചിട്ട് വൃത്തിയുള്ള പ്ലാസ്റ്റിക്കുകൾ ഹരിതകർമ്മസേനയ്ക്കും മറ്റുമൊക്കെ എത്തിച്ച് കൊടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ, ഇത് നേരെ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമൊക്കെയുള്ള ഫാക്ടറികളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇതിനെ പെല്ലറ്റുകളാക്കി വീണ്ടും പ്ലാസ്റ്റിക് കസേര അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി പ്ലാസ്റ്റിക് മാലിന്യം കൂടുന്നത് ഒരു പരിധി വരെ തടയാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക് തള്ളുന്നതിന് പകരം ഇതുപോലെ കൂട്ടി വെച്ച് ഇത് എടുക്കാൻ വരുന്ന പ്രവർത്തകർക്ക് കൊടുക്കുകയോ മറ്റോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. കത്തിച്ച് കളഞ്ഞാലും അതിൻ്റെ വിഷപ്പുക, അതായത് ഞാൻ പോളിമറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പലതരത്തിലുള്ള മറ്റേ വിഷവസ്തുക്കളായിട്ടുള്ള കുറേ കെമിക്കലുകളും കൂടെ ചേർത്തിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഡൈ ചേർക്കാറുണ്ട്, ഇതിൻ്റെ അകത്ത് അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചേർക്കാറുണ്ട്. പിന്നെ ഈ പോളിമർ തന്നെ വിഘടിച്ച് കഴിഞ്ഞാൽ ഫ്ലൂറിനും ക്ലോറിനും ബ്രോമിനും ഒക്കെ അടങ്ങിയിട്ടുള്ള പോളിമറുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാതകങ്ങൾ വളരെയധികം വിഷവസ്തുക്കളാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം കൂടും. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വെറും ഒന്നും ചെയ്യാൻ കഴിയാത്ത പുഴുക്കളല്ല. ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പ്ലാസ്റ്റിക് ശേഖരിച്ച് കൊടുക്കുകയോ ഈ തള്ളാതെ തന്നെ നമ്മൾ ഇതുപോലെ കൊണ്ടുവന്ന് തള്ളാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം മറ്റുള്ളവർക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അറിവില്ലായ്മ മൂലമാണ് ആൾക്കാരിത് ചെയ്യുന്നതെങ്കിൽ അവരത് തിരുത്തിക്കോളും. അങ്ങനെയെങ്കിലും കുറേ ചവറുകൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കുറഞ്ഞു കിട്ടും. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.